കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച വാർത്തയായിരുന്നു മലപ്പുറത്ത് 19കാരി ജീവനൊടുക്കിയ സംഭവം. നിറം കുറവ്, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല, നിരന്തരമായ ഭർത്താവിന്റെ കുറ്റപ്പെടുത്തൽ, ഇതൊക്കെയായിരുന്നു ആ പാവം പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട കാര്യങ്ങൾ. സ്ത്രീ സമൂഹത്തിന് എതിരായ അധിക്ഷേപങ്ങളും അതിക്രമങ്ങളും വർദ്ധിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരമൊരു സംഭവത്തിനും കൂടെ നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വന്നത്. തുടക്കത്തിൽ ഭർതൃപീഡനം, സ്ത്രീ പീഡനം, അതിനെ തുടർന്ന് ആത്മഹത്യ. എന്നാൽ ഇപ്പോൾ നിറത്തിന്റെ പേരിലും പീഡനം, പിന്നീട് ആത്മഹത്യ. മലപ്പുറത്തെ മാത്രമല്ല, കേരളത്തെ ആകെ ഞെട്ടിപ്പിച്ച ഷഹാനയുടെ ആത്മഹത്യക്ക് പുറകിലെ സത്യങ്ങൾ എന്തെല്ലാം? ഷഹാന മുംതാസ് 1ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. 2024 മെയ് മാസം 27-നായിരുന്നു മറയൂർ സ്വദേശി അബ്ദുൾ വാഹിദിന്റെയും ഷഹാനയുടെയും വിവാഹം കഴിഞ്ഞത്. കല്യാണം കഴിഞ്ഞ് 20 ദിവസത്തോളം ഇവർ ഒരുമിച്ച് താമസിച്ചു. ഇത് കഴിഞ്ഞ് അബ്ദുൾ വാഹിദ് വിദേശത്തേക്ക് പോയി. ഈ വിദേശത്തേക്ക് പോയതിനു ശേഷമാണ് ഫോൺ വിളിച്ച് പല കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയത്. അവൾക്ക് നിറം കുറവാണെന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്നും പല കാരണങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്താൻ തുടങ്ങി. അവളെ മാനസികമായി തന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി. അവൾ തുടക്കത്തിൽ ഇതൊന്നും വലിയ കാര്യമാക്കിയതേയില്ല. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും ആ കുറ്റപ്പെടുത്തലിന്റെ മൂർച്ച കൂടി വരുന്നതായി അവൾക്ക് തന്നെ അനുഭവപ്പെട്ടു. കൂടാതെ ചില സമയങ്ങളിൽ ഭർത്താവിന്റെ മാതാപിതാക്കളും അത് തന്നെ ചെയ്യുമായിരുന്നു. 20 ദിവസമല്ലേ ആയിട്ടുള്ളൂ, എന്തിന് ഇവിടെ തന്നെ കടിച്ചു തൂങ്ങി കിടക്കണം, നിനക്ക് വേറെ ഭർത്താവിനെ കിട്ടുമല്ലോ. ഇങ്ങനെയായിരുന്നു അബ്ദുൾ വാഹിദിന്റെ അമ്മ ഷഹാനയോട് ചോദിച്ചത്. അങ്ങനെ കുറച്ചു ദിവസം അവൾ സ്വന്തം വീട്ടിൽ നിൽക്കാൻ തീരുമാനിച്ചു. ഈ ഒരു സമയത്ത് ക്ലാസ്സിൽ എല്ലാ കാര്യങ്ങളിലും സ്മാർട്ടായിരുന്ന ഷഹാന ഒരു ഘട്ടത്തിൽ പഠനത്തിൽ പിന്നോട്ട് പോകാൻ തുടങ്ങി. അവൾ വളരെ വിഷാദത്തിലായിരിക്കുന്നത് പോലെ കോളേജ് അധ്യാപകർ ശ്രദ്ധിച്ചു. തുടർന്ന് ഷഹാനയുടെ വീട്ടിൽ വിളിച്ച് കാര്യം എന്താണെന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് അവളുടെ മാതാപിതാക്കൾ തന്നെ മകൾ വല്ലാത്തൊരു മാനസിക സംഘർഷത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് തന്നെ. കാര്യങ്ങൾ അവളോട് തന്നെ തിരക്കാൻ തുടങ്ങി. എങ്കിലും തുടക്കത്തിൽ അവൾ അച്ഛനോടും അമ്മയോടും ഒന്നും തന്നെ പറയാൻ തയ്യാറായില്ല. എന്നാൽ അവൾ മരിക്കുന്നതിന് ഒരു 2 മാസങ്ങൾക്ക് മുൻപ്, അപ്പോഴായിരുന്നു യഥാർത്ഥ സംഭവം എന്താണെന്നുള്ളത് വീട്ടുകാർ തന്നെ അറിയുന്നത്. എന്താണ് പ്രശ്നമെന്ന് ഒരുപാട് തവണ അച്ഛൻ ചോദിച്ചു. തുടക്കത്തിൽ ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുവെന്നുണ്ടെങ്കിലും അവളുടെ വേദന പതിയെ പതിയെ പുറത്തു വന്നു. ഒരു ഘട്ടത്തിൽ അവൾ അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടന്ന സംഭവങ്ങളെല്ലാം പറയാൻ തുടങ്ങി. തനിക്ക് ഇതൊന്നും ഉൾക്കൊള്ളാനാകുന്നില്ല. നിറത്തിന്റെ പേരിൽ തന്നെ നിരന്തരം ടോർച്ചർ ചെയ്യുകയാണ്. +2-വിനുണ്ടായിരുന്ന കളറൊന്നും നിനക്കിപ്പോൾ ഇല്ലല്ലോ, എനിക്ക് ആ പെൺകുട്ടിയാണ് വേണ്ടത്, എനിക്ക് നിന്നെ വേണ്ട എന്നൊക്കെയാണ് ഭർത്താവ് പറയുന്നത്. ഇനി നിറം കുറവായതുകൊണ്ട് തന്നെ വെയിൽ കൊള്ളാൻ പാടില്ല, പുറത്തിറങ്ങരുത്, പുറത്തിറങ്ങിയാൽ കുട പിടിച്ചുകൊണ്ട് മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. ഇങ്ങനെ ആ കുടുംബത്തിൽ താൻ അനുഭവിച്ച നരകവേദനയെല്ലാം അവൾ അമ്മയോടും അച്ഛനോടും പറയാൻ തുടങ്ങി. മകൾക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ അറിയാനായി ഒരു ദിവസം അവളുടെ അമ്മയും അച്ഛനും അബ്ദുൾ വാഹിദിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു. പക്ഷെ അവർ പറഞ്ഞ മറുപടി ഇനി ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മാത്രമാണ്. അതിന് തക്കതായ കാരണം എന്തെങ്കിലും വേണമല്ലോ. അങ്ങനെ ഒരു കാരണം പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും തന്നെയില്ല. പക്ഷെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല, പെട്ടെന്ന് തന്നെ വിവാഹമോചനം നേടണമെന്നായിരുന്നു ആ കുടുംബം പറഞ്ഞത്. സാധാരണ നമ്മൾ ഒരാളെ വിവാഹം കഴിക്കുകയാണ്, ഒരു ഘട്ടത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യമില്ല എന്ന് തോന്നുന്നു ഏതെങ്കിലും ഒരു കക്ഷിക്ക് അല്ലെങ്കിൽ 2 പേർക്കും. എന്നാൽ അതിനിടയിൽ എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ. പക്ഷെ അതവരോട് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും അവർക്കില്ല. ഇങ്ങനെ വീട്ടുകാരുടെ ഇടപെടൽ ഉണ്ടായിട്ട് കൂടിയും അവിടെ കാര്യമായ മാറ്റമൊന്നും ഷഹാനയുടെ ജീവിതത്തിൽ സംഭവിച്ചില്ല. പഴയത് തന്നെ തുടർന്നു, പഴയതിലും വളരെ വേദനാജനകമായി തന്നെ. ഭർത്താവാണെങ്കിൽ വിളിക്കാറ് പോലും ഇല്ല. അങ്ങനെ സംസാരിക്കുന്നത് പോലും വിവാഹ ബന്ധം വേർപെടുത്തണമെന്ന ആവശ്യം ഉന്നയിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ഇതെല്ലാം ആ പെൺകുട്ടിയെ മാനസികമായി തന്നെ തളർത്തി. ഒടുവിൽ ജീവൻ അവസാനിപ്പിക്കാൻ അവൾ തീരുമാനിച്ചു. ജനുവരി മാസം 14-ാം തീയതി. അപ്പോൾ അവൾ ഭർതൃവീട്ടിലായിരുന്നു. രാവിലെ 10 മണിയായിട്ടും ഷഹാന വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നില്ല. വാതിൽ ഒരുപാട് തവണ മുട്ടി നോക്കി, പക്ഷെ അപ്പോഴും പ്രതികരണമൊന്നും ഉണ്ടായില്ല. ഒരു ഘട്ടത്തിൽ ആ വാതിൽ പൊളിച്ചു നോക്കാൻ അവർ തീരുമാനിച്ചു. അയൽവാസികൾ ഉൾപ്പെടെ എത്തി ഷഹാനയുടെ മുറിയുടെ വാതിൽ പൊളിച്ചപ്പോൾ ഷഹാനയെ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു കണ്ടത്.
മറ്റൊരാളുടെ ശരീരത്തെക്കുറിച്ചും നിറത്തെക്കുറിച്ചും പരാമർശം നടത്തുന്നത് ശരിയല്ല എന്ന് ബോബി ചെമ്മണ്ണൂർ ഹണി റോസ് കേസിൽ കോടതി ചൂണ്ടിക്കാട്ടിയ അതേ ദിവസം തന്നെയായിരുന്നു അതേ കാരണത്തിന്റെ പേരിൽ ഒരു പെൺകുട്ടി ജീവനൊടുക്കിയ വാർത്തയും പുറത്തു വന്നത്. തീർച്ചയായും ഇത് അത്യന്തം വേദനാജനകമാണ്. ഷഹാനയുടെ കുടുംബത്തിന് ഇതൊട്ടും തന്നെ ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ സാധിച്ചില്ല. തങ്ങളുടെ മകൾക്ക് ഒരു പ്രശ്നമുണ്ട്, അത് പരിഹരിക്കാം എന്ന വിശ്വാസത്തിലായിരുന്നു അവർ. എന്നാൽ ആ പ്രശ്നത്തിന്റെ എല്ലാം പരിഹാരം അവളുടെ മരണമായിരിക്കുമെന്ന് അവരൊട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല. ഉടൻ തന്നെ ഈ ഭർത്തൃവീട്ടുകാരുടെ മാനസിക പീഡനം കാരണമാണ് സ്വന്തം മകൾ ആത്മഹത്യ ചെയ്തത് എന്ന് ചൂണ്ടിക്കാണിച്ച് മാതാപിതാക്കൾ പോലീസിൽ ഒരു പരാതി നൽകി. പോലീസും ആ പരാതി സ്വീകരിച്ചു, കേസെടുത്തു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ അടുത്ത കാലത്ത് വന്ന വാർത്തകൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. എത്ര പെൺകുട്ടികളാണ് തങ്ങളുടെ ജീവൻ സ്വയം ഇല്ലാതാക്കിയത്? ഭർത്തൃപീഡനം സഹിക്കാൻ വയ്യാതെ നവവധു ആത്മഹത്യ ചെയ്തു. സ്ത്രീ പീഡനം, ഭർത്തൃവീട്ടിൽ വെച്ച് നവവധു ആത്മഹത്യ ചെയ്തു. ഇപ്പോഴിതാ നിറത്തിന്റെ പേരിൽ അവഹേളനം, നവവധു ആത്മഹത്യ ചെയ്തു. ഇങ്ങനെ എത്ര സംഭവങ്ങൾ കഴിഞ്ഞ 4-5 ശതാബ്ദങ്ങളിൽ ലോകമെമ്പാടുമുള്ള സ്ത്രീകൾ അനുഭവിക്കുന്നു. പല മേഖലകളിലും നേട്ടങ്ങൾ ഉണ്ടാക്കിയെങ്കിലും സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ പെരുകുകയാണ്. വംശവർഗ മതഭേദമന്യേ സ്ത്രീകൾ നിരന്തരം ആക്രമിക്കപ്പെടുന്നു. വീടുകളിലും തൊഴിൽ ചെയ്യുന്ന സ്ഥലങ്ങളിലും തെരുവുകളിലും പൊതുസ്ഥലങ്ങളിലും വാഹനങ്ങളിലും കലാലയങ്ങളിൽ പോലും സ്ത്രീകൾ ആക്രമണങ്ങൾക്ക് വിധേയരാവുകയാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഈ സ്ത്രീകളെ ബോഡി ഷെയ്മിങ്, സ്ത്രീകളെ എന്നല്ല പുരുഷന്മാരും അവിടെ ഉൾപ്പെടുന്നുണ്ട്, സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ ബോഡി ഷെയ്മിങ് ചെയ്യുന്നത് നിസാരമായി കാണുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇനിയും ഇവിടെ ഈ ഷഹാനയെ ആത്മഹത്യയിലേക്ക് നയിച്ചത് നിറം കുറവ്, ഇംഗ്ലീഷ് അറിയില്ല, ഇതൊക്കെയാണ് നമുക്കറിയാം. തന്നെ അധിക്ഷേപിച്ച ഒരു വ്യവസായ പ്രമുഖനെതിരെ പേര് പറഞ്ഞ് പ്രതികരിച്ചു കഴിഞ്ഞപ്പോൾ ഹണി റോസ് എന്ന അഭിനേത്രിയെ അനുകൂലിച്ചും വിമർശിച്ചും നിരവധി പേരാണ് എത്തിയത്. ഈ സ്വയം ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്നവർ പോലും വേട്ടക്കാരനൊപ്പം നിൽക്കുന്നു എന്നുള്ളത് അത്ഭുതം തന്നെയാണ്. ഇനി ഇവിടെ ഷഹാനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് നിറം കുറവ്, ഇംഗ്ലീഷ് അറിയില്ല, ഇതൊക്കെയാണ്. പക്ഷെ വ്യക്തമായി നിങ്ങൾ നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അത് പല കാരണങ്ങളിൽ ഒന്ന് മാത്രമായിരുന്നു. പറഞ്ഞു വന്നാൽ അതൊരു തുടക്കമായിരുന്നു. 19-ാം വയസ്സിൽ തൻ്റെ ജീവിതം അവിടെ ഭർത്താവില്ലാത്ത ഒരു ലോകത്തിലേക്ക് പോകുന്നു എന്ന തോന്നൽ ആ പെൺകുട്ടിയുടെ മനസ്സിലുണ്ടാക്കി. വാഹിദുമായി വിവാഹവും കഴിഞ്ഞ് 20 ദിവസത്തോളം മാത്രമായിരുന്നു ആ പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം അയാൾ വിദേശത്തേക്ക് പോയി. എന്നാൽ അതുവരെയും ആ പെൺകുട്ടിയിൽ അയാൾക്ക് തോന്നാത്ത ഒരു പ്രശ്നമായിരുന്നു പിന്നീട് തോന്നി തുടങ്ങിയത്. വിദേശത്ത് നിന്നും ഫോൺ വിളിച്ച് അവളെ അവഹേളിച്ചും ഭീഷണിപ്പെടുത്തലും ഒക്കെ ഉണ്ടാക്കി. നിറം കുറഞ്ഞതും ഇംഗ്ലീഷ് അറിയാത്തതും മാത്രം അല്ല അവളെ വേദനിപ്പിച്ചത്. അയാളുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നത് അവളെ ഒഴിവാക്കുന്നു എന്ന സന്ദേശമായിരുന്നു. അവൾക്കിനി അയാളുടെ കൂടെ ജീവിക്കാൻ ആകില്ല എന്ന ഭയം ആ പെൺകുട്ടിയുടെ മനസ്സിലങ്ങ് നിറഞ്ഞു. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടയാൾ തന്നെ അവഹേളിക്കുമ്പോൾ അത് മറികടക്കുവാൻ ഒരു പിൻബലം ആ പെൺകുട്ടിക്ക് ലഭിച്ചില്ല. ഷഹാന തന്നെ അവളുടെ നോട്ട്ബുക്കിൽ കുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അയാളെ സ്നേഹിക്കുക മാത്രമേ ചെയ്തുള്ളൂ, പക്ഷേ അയാൾ എന്നെ കഷ്ടപ്പെടുത്തുക മാത്രമേ ചെയ്തുള്ളൂ എന്ന് അവൾ എഴുതി വെച്ചിരുന്നു. കുറേയേറെ വൈകിയാണ് വീട്ടുകാരൊക്കെ അവളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയതും അവളെ കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോയിരുന്നു. പക്ഷെ അപ്പോഴേക്കും ഒരു കടുത്ത ഡിപ്രഷനിലേക്ക് അവൾ പോയിരുന്നു. ഡിപ്രഷൻ എന്ന വാക്കിന്റെ അർത്ഥം പോലും ഒരുപക്ഷെ ആ വീട്ടുകാർക്കോ കുട്ടികൾക്കോ അറിയുമായിരിക്കില്ല. അത്രമാത്രം വലിയ മാനസിക സംഘർഷത്തിലായിരുന്നു. ചിന്തിച്ചു നോക്കുക, വിദേശത്ത് നിന്ന് ഭർത്താവ് വിളിച്ച് പറയുകയാണ്, നിന്റെ നിറം കുറഞ്ഞു, ഇനി നിന്റെ കൂടെ ജീവിക്കാനാകില്ല, നീ നിന്റെ പഴയ ഫോട്ടോയൊക്കെ ഒന്ന് എടുത്തു നോക്ക്, അതിനകത്ത് നിനക്ക് നല്ല നിറമുണ്ടല്ലോ, എനിക്ക് ആ ഫോട്ടോയിലെ ആളെയാണ് വേണ്ടത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ പെൺകുട്ടി കോളേജിൽ പഠിക്കുകയാണ്, അവൾ പുറത്തു പോലും ഇറങ്ങാറില്ല. ഇനി ഇറങ്ങിയാലോ വെയിലത്ത് കുട പിടിച്ചുകൊണ്ട് മാത്രമേ നടക്കൂ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവൾ മാറുകയായിരുന്നു. പറഞ്ഞു വന്നാൽ സ്വയം മാളത്തിലേക്ക് ഒതുങ്ങുന്ന ഒരവസ്ഥ. അതോടൊപ്പം ആ കുട്ടിക്ക് തൻ്റെ വാക്കുകൾ ഉണ്ടാക്കുന്ന വേദന, അതിൻ്റെ ആഴം മനസ്സിലാക്കാതെയായിരുന്നു അയാൾ വീണ്ടും വീണ്ടും അവളെ സമ്മർദ്ദത്തിലാക്കിയത്. ഷഹാന നേരത്തെ സ്വകാര്യ കോളേജിലായിരുന്നു ഡിഗ്രിക്ക് ചേർന്നത്. പിന്നീട് അവൾക്ക് സർക്കാർ കോളേജിൽ ഡിഗ്രി പ്രവേശനം ലഭിച്ചു. അതൊരു നല്ല മാറ്റമായിട്ടാണ് കാണേണ്ടത്. പക്ഷേ നിനക്ക് മാർക്ക് കുറഞ്ഞത് കൊണ്ടായിരിക്കാം നീ ഇടയ്ക്കിടയ്ക്ക് കോളേജ് മാറിപ്പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ എല്ലാം കൊണ്ടും താൻ ഒന്നിനും കൊള്ളാത്തവളാണ് എന്ന തോന്നൽ അവളുടെ മനസ്സിൽ ആ ഭർത്താവായ വാഹിദിന്റെ വാക്കുകൾ ഉണ്ടാക്കി. അതൊക്കെ തന്നെയാണ് ഒരു നിമിഷത്തിന്റെ ഞൊടിയിടയിൽ
തൻ്റെ ജീവൻ തന്നെ ആ ഷോളിൻ തുമ്പിൽ അവസാനിപ്പിക്കാൻ ആ പെൺകുട്ടിയെ പ്രേരിപ്പിച്ചത്. ശരിക്കും അവർ ആ പെൺകുട്ടിയെ മാനസികമായി പീഡിപ്പിച്ച് കൊല്ലുകയായിരുന്നു, അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയായിരുന്നു. അവളെ നിർബന്ധിച്ചു മരണത്തിലേക്ക് തള്ളിവിടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. കാരണം സ്നേഹമായിട്ട് ആരെങ്കിലും ഒരു പ്രതീക്ഷ അവൾക്ക് കൊടുത്തിരുന്നെങ്കിൽ ഒരിക്കലും അതവൾ ചെയ്യില്ലായിരുന്നു. മലപ്പുറം ജില്ലയിൽ ഇത്തരം സംഭവങ്ങൾ സത്യത്തിൽ കൂടി വരികയാണ്. പെൺമക്കൾക്ക് ആവശ്യത്തിന് വിദ്യാഭ്യാസം നൽകാതെ ഭർത്താവിൻ്റെയും ഭർത്തൃ വീട്ടുകാരുടെയും അടിമയായി ജീവിക്കണമെന്നൊക്കെയാണ് പല മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത്. കെട്ടിച്ചു വിട്ടാൽ പിന്നെ കടമയെ കഴിഞ്ഞു. പിന്നെ ഭർത്തൃ വീട്ടിൽ എന്ത് പ്രശ്നം വന്നാലും അവൾ അവിടെ സഹിച്ചു ജീവിക്കണം. നാട്ടുകാരെന്ത് പറയും? കുടുംബത്തിൻ്റെ അഭിമാനം എന്താകും? ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാണ്. പറഞ്ഞിട്ട് കാര്യമേ ഇല്ല. പറഞ്ഞു വന്നാൽ ഇന്നലെ ഈ ഒരു ഗ്ലാമർ കണ്ടിട്ട് ഒരു കളക്ടറെ തപ്പി നടന്ന ജനങ്ങളുള്ള നാടാണ് ഇത്. അപ്പോൾ പിന്നെ ഇതും ഒരു പ്രശ്നം തന്നെയാണ്. ഇതിന് കൃത്യമായ ഒരു നടപടി തന്നെ വേണം. ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ തന്നെ അവനും വീട്ടുകാർക്കും വാങ്ങിക്കൊടുക്കണം. ഒരു 19 വയസ്സ് മാത്രം പ്രായം, ജീവിതം തുടങ്ങിയിട്ട് കൂടിയില്ല. വിദ്യാഭ്യാസം ഒരുപാട് ഇനിയും ചെയ്യാൻ ബാക്കിയുണ്ട്. നല്ലൊരു ജീവിതം, നല്ലൊരു ജോലി, സ്വന്തം കാലിൽ നിൽക്കാനുള്ള സാഹചര്യം, ഇതൊക്കെ ഉണ്ടാകാനുള്ള കാലം മുന്നിൽ കിടക്കുകയായിരുന്നു. അതിലേക്കൊന്നും പോകാതെ തന്നെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചയാൾക്ക് തന്നെ വേണ്ട എന്ന് പറയുമ്പോൾ എല്ലാം അവസാനിപ്പിക്കാൻ ആ കുട്ടി തീരുമാനിച്ചെങ്കിൽ വേണ്ട സമയത്ത് അവൾക്ക് പിന്തുണ കൊടുക്കാൻ ആർക്കും കഴിയാത്തത് കൊണ്ടാണ് എന്നതുകൂടെ പറയേണ്ടി വരും. നമ്മുടെ ഒപ്പം നിൽക്കുന്നവരുടെ വേദന, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ബുദ്ധിമുട്ട്, സങ്കടം, അവരുടെ വൈകാരിക അവസ്ഥ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ തമാശയ്ക്ക് പറയുന്നത് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലായിരിക്കില്ല അവർ. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ മനസ്സിലാക്കി അവരെ ചേർത്ത് പിടിക്കാൻ നമ്മളെല്ലാം കുറച്ചുകൂടി ജാഗ്രത കാണിക്കണം. കാരണം കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ ഒറ്റപ്പെട്ട് പോകുന്നതിനേക്കാൾ തീവ്ര വേദന നൽകുന്ന മറ്റൊന്നില്ല. അതുകൊണ്ട് തന്നെ അവരെ ചേർത്ത് പിടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ജീവിതം കൈവിട്ട് പോകാൻ അവർക്കൊരു നിമിഷാർത്ഥം മാത്രം മതി. അതുകൊണ്ട് തന്നെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ നമുക്ക് നൽകാൻ കഴിയുന്ന ആശ്വാസം അവരുടെ ജീവിതത്തിൽ ഒരു പക്ഷെ നിർണായകമായേക്കാം. അത് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും. ഇവിടെ സ്ത്രീകൾ മാത്രമാണ് ദുരിതം അനുഭവിക്കുന്നത് എന്നല്ല പറയുന്നത്. ഒരു കൂട്ടം പുരുഷന്മാരും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ആർക്ക് നടന്നാലും അത് അനീതി തന്നെയാണ്. മറ്റൊരു ഷഹാന മുംതാസ് ഇവിടെ ഉണ്ടാകാതിരിക്കട്ടെ എന്നൊക്കെ ഒരു ആശ്വാസത്തിന് വേണ്ടി വെറും വാക്കുകൊണ്ട് പറയാൻ സാധിക്കും. പക്ഷേ അങ്ങനെ പറയാൻ പോലും ഒരു മടി തോന്നുകയാണ്. കാരണം അങ്ങനെയല്ലല്ലോ സംഭവിക്കുന്നത്. ഇന്നിങ്ങനെ പറയും, പക്ഷെ നാളെ വീണ്ടും മറ്റൊരു ഷഹാന മുംതാസ് ഉടലെടുക്കുക തന്നെ ചെയ്യും. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ളവരെ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ളവർക്ക് എന്ത് ശിക്ഷയാണ് നിയമം നൽകേണ്ടത്? എന്തുകൊണ്ട് നിയമം അത് നൽകുന്നില്ല? ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.